നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. തോൽക്കാൻ ഇനി മനസ്സില്ലെന്നുറപ്പിച്ച് ചാത്തന്നൂരുകാർ വോട്ട് ചെയ്തപ്പോൾ ജയിച്ചു കയറിയത് ഒരു തനി നാട്ടുംപുറത്തുകാരൻ. ഡീലുറപ്പിച്ചും കളം മാറി വോട്ട് ചെയ്തും ജയിച്ച പഞ്ചായത്തിൽ പോലും ഭരിക്കാൻ അനുവദിക്കാതെ ഒത്തുകളിച്ചും ജനങ്ങളെ പറ്റിച്ച ഇന്ത്യ മുന്നണിക്കാർക്ക് ജനങ്ങൾ നൽകിയ മറുപടിയാണിത്. ജനം കാത്തിരുന്ന വിജയം. നാട്ടുകാരുടെ ഗോപൻ സർ, 4 പതിറ്റാണ്ടിലേറെയായി നാട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന പൊതുപ്രവർത്തകൻ, ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകിയ സംഘാടകൻ, നൂറുകണക്കിന് ശിഷ്യരുടെ ആരാധ്യനായ അധ്യാപകൻ, BJPയുടെ കൊല്ലം ജില്ലാ പ്രസിഡന്റ്, തിരുവനന്തപുരം മേഖലാ പ്രസിഡന്റ്, സർവോപരി സാധാരണക്കാരുടെ സാധാരണക്കാരനായ നേതാവ്. ആർക്കെന്താവശ്യമുണ്ടെങ്കിലും ഏത് രാത്രിയിലും ഓടിയെത്തുന്ന ആൾ. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടാണ് ഗോപകുമാർ നാടിന് പ്രിയപ്പെട്ടവനായത്. 1995 മുതൽ 2000 വരെ ചാത്തന്നൂരിൽ പഞ്ചായത്ത് മെമ്പറായിരുന്നു. ഗോപൻ സാറിനെ അറിയാത്ത വീടില്ല, നാട്ടുകാരില്ല. ഒരു വിളിപ്പുറത്ത് ഗോപൻ സാറുണ്ട്. എന്തിനും ഏതിനും ഗോപൻ സാറുണ്ട്. നാടിനോട് അത്രയ്ക്കിഷ്ടമാണ് BB ഗോപകുമാറിന്. നാട്ടുകാർക്ക് തിരിച്ചും അങ്ങനെ തന്നെ. BJPയുടെ രാഷ്ട്രീയ സാധ്യതകളുടെ പട്ടികയിൽ ഒരിക്കലും ഇടം പിടിക്കാതിരുന്ന ചാത്തന്നൂരിനെ ശ്രദ്ധേയമാക്കിയത് BB ഗോപകുമാർ എന്ന അധ്യാപകന്റെ കടന്നുവരവാണ്. അതൊരു കരുത്തുറ്റ വരവായിരുന്നു എന്ന് ഇന്ന് എതിരാളികളും സമ്മതിക്കും. പതിവ് രാഷ്ട്രീയത്തിന് തിരുത്ത്, ഇടതില്ലെങ്കിൽ വലത് എന്ന പതിവ് ചിട്ടകൾ ചാത്തന്നൂര് തിരുത്തുകയാണ്. കേരളത്തിൽ കഴിഞ്ഞ ദിവസം ആദ്യം വിരിഞ്ഞ താമര, കൊല്ലത്ത് വല്ലം നിറയെ താമര വിരിയുന്ന താമരക്കാലത്തിന്റെ കേളികൊട്ട്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ചാത്തന്നൂർ മണ്ഡലത്തിൽ UDFനെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളി ഗോപകുമാർ നൽകിയ കുതിപ്പാണ് ജില്ലയിൽ NDAക്ക് കരുത്തു പകർന്നത്. അതുവരെ ചാത്തന്നൂർ BJP സംസ്ഥാന നേതൃത്വത്തിന്റെ പോലും റഡാറിലുള്ള മണ്ഡലമായിരുന്നില്ല. ആ മുന്നേറ്റം വിസ്മയമായിരുന്നു. തുടർച്ചയായി 2 തവണ വിജയത്തിന്റെ പടിവാതിലിൽ ഇതാ ഇക്കുറി കാത്തിരുന്ന വിജയവും സ്വന്തമാക്കി. BB ഗോപകുമാറിന്റെ ആദ്യ തെരഞ്ഞെടുപ്പ് കാലത്താണ് പുറ്റിങ്ങലിൽ വെടിക്കെട്ട് ദുരന്തമുണ്ടായത്. അന്നത്തെ മുഖ്യമന്ത്രി എത്തും മുമ്പ് ഡൽഹിയിൽ നിന്ന് പ്രധാനമന്ത്രി പുറ്റിങ്ങലിൽ പറന്നിറങ്ങി. ദുരന്തത്തിൽ അകപ്പെട്ടവർക്ക് ആശ്വാസം പകർന്നു. അദ്ദേഹത്തോടൊപ്പം BB ഗോപകുമാറും ഉണ്ടായിരുന്നു. കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിദഗ്ധ മെഡിക്കൽ സംഘത്തെ ഇവിടെ നിയോഗിച്ചിട്ടാണ് മോദി മടങ്ങിയത്. ചാത്തന്നൂരിന് മറക്കാനാകില്ല ആ കാരുണ്യ സ്പർശം. മോദിയുടെ നിഴലായി ദുരന്ത മേഖലകളിൽ നടന്നുവന്ന ഗോപൻ സാറിനെ അവർക്ക് മറക്കാനാകില്ല. മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് ആശ്വാസവുമായിരുന്നു അദ്ദേഹം. സൗമ്യമാണ് സമരമുഖത്തും BB ഗോപകുമാറിന്റെ മുഖം. പ്രസന്നത മായാത്ത ഇടപെടൽ, എന്നാൽ പറയേണ്ടത് പറയാൻ മടിക്കാത്ത ചങ്കുറപ്പ്. അഴിമതിക്കും അക്രമത്തിനുമെതിരെ കേരളമാകെ ആഞ്ഞടിച്ച പ്രക്ഷോഭ കൊടുങ്കാറ്റിന് കൊല്ലത്ത് നേതൃത്വം നൽകിയത് ഗോപകുമാറാണ്. സമരത്തിന് നിരവധിയായിരുന്നു മുഖം. മഹിളകൾ, യുവാക്കൾ, കർഷകർ, പാർട്ടിയുടെ എല്ലാ സംവിധാനങ്ങളും സമരത്തിനിറങ്ങി. സമാനതകളില്ലാത്ത ധീരതയോടെ സർക്കാർ ഒരുക്കിയ പ്രതിരോധത്തെ മറികടന്ന് ഇവർ ഇരച്ചുകയറി. അവർക്ക് കരുത്തായി BB ഗോപകുമാർ എന്ന ജനനായകനും നിറഞ്ഞു നിന്നു. പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ മുന്നേറ്റത്തിലേക്ക് ഒപ്പമുള്ളവരെ നയിക്കുകയായിരുന്നു അദ്ദേഹം. ഇനി ആ കരുത്തുറ്റ ശബ്ദം നിയമസഭയിൽ മുഴങ്ങും. മീനാട് ബാലകൃഷ്ണ മന്ദിരത്തിൽ പരേതനായ ബാലകൃഷ്ണന്റെയും പത്മാവതിയുടെയും മകനായ ഗോപകുമാറിന്റെ സഹധർമ്മിണി SCJ ആണ്. 2 മക്കളിൽ മൂത്ത മകൻ ഗൗതം കൃഷ്ണ ആയുർവേദ ഡോക്ടറാണ്. ഇളയ മകൻ ഗൗരി നന്ദൻ കരുനാഗപ്പള്ളി അമൃത ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ BTech പഠനം പൂർത്തിയാക്കി. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.